ദർശന ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വിരുന്നിൻ്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വിരുന്നിൻ്റെ ടീം ഇപ്പോഴുള്ളത് UAE ദുബൈയിലാണ്. ദുബൈയിലെത്തുമ്പോൾ PRS ഗ്രൂപ്പ് എന്ന വലിയൊരു കമ്പനിയെ നമുക്ക് വിട്ടുപോകാനാവില്ല. അത് വളരെ സന്തോഷം നൽകുന്ന മറ്റൊരു കാര്യം അത് നമ്മുടെ സ്വന്തം ഒരു മലയാളിയുടേതാണ് എന്ന് പറയുമ്പോഴാണ്. തീർച്ചയായും നമ്മുടെ വിരുന്നിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ധന്യമാക്കുവാൻ നമ്മോടൊപ്പം ഉള്ളത് PRS ഗ്രൂപ്പിൻ്റെ ഡയറക്ടറും അതോടൊപ്പം തന്നെ കേരളത്തിലെ പ്രത്യേകിച്ച് ഇന്ത്യയിലെ ഒരുപാട് ബാങ്കുകളുടെ ഉയർന്ന പൊസിഷനിൽ ഇരുന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് മിസ്റ്റർ പ്രസന്ന രാജ് സാർ. അദ്ദേഹത്തെ വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യാം വിരുന്നിലേക്ക്. സാർ നമസ്കാരം. നമസ്കാരം. PRS ഗ്രൂപ്പ് ഇന്ന് ദുബൈയിലെ വളരെ പ്രശസ്തമായി നിൽക്കുന്ന ഒരു ഗ്രൂപ്പ്. താങ്കളുടെ തുടക്കം എങ്ങനെയായിരുന്നു എന്ന് പറയാം. എൻ്റെ പഠനകാലത്തുള്ള ഒരു വലിയ വെല്ലുവിളിയാണ് ഉദ്യോഗം. ഞാനൊരു BA ഡിഗ്രി പാസ്സാകുമ്പോൾ മുതൽ തന്നെ എവിടെയെങ്കിലും പോയി എന്തെങ്കിലും ശമ്പളം ഉണ്ടാക്കണം എന്നുള്ള ഒരു ആഗ്രഹക്കാരനായിരുന്നു. ഈ കൊല്ലത്തും തിരുവനന്തപുരത്തുമൊക്കെ പോയി വന്നിട്ടാണ് പഠിച്ചിട്ടുള്ളത്. ആ സമയങ്ങളിലെല്ലാം തന്നെ ശനി ഞായറും നേതാജി ട്യൂട്ടോറിയലിലെ ഒരു അധ്യാപകൻ ആയിരുന്നു. അത് ഇന്നും വളരെ വളരെ സന്തോഷം തരുന്ന ഒരു ഓർമ്മയാണ്. സാർ, ഇപ്പോൾ PRSൻ്റെ പ്രവർത്തനങ്ങൾ വളരെ സജീവമായി തന്നെയാണ് UAE മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. UAE സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക മേഖല അല്ലെങ്കിൽ സാമ്പത്തിക ഭദ്രത എങ്ങനെയാണ്? ഇത് ഞാൻ പറയുന്നത് എൻ്റെ കാഴ്ചപ്പാടാണ്. UAE എന്ന് പറയുന്നത് എൻ്റെ കാഴ്ചപ്പാടിൽ ഒരു പുണ്യം ചെയ്ത സ്ഥലമാണ്. ഒരു ഇന്ത്യൻ എന്നുള്ള നിലയിൽ എനിക്ക് ഇന്ത്യൻ വിശ്വാസങ്ങളെ വെച്ചിട്ടേ പറയാൻ പറ്റൂ. അപ്പോൾ ഇതൊരു പുണ്യ സ്ഥലമാണ്. ഞാൻ എൻ്റെ പല സുഹൃത്തുക്കളോടും പറയാറുണ്ട്, ഒരു ഹിന്ദു മതവിശ്വാസിയാണെങ്കിൽ ക്ഷേത്രത്തിൽ ചെന്ന് ചന്ദനം നെറ്റിയിൽ ഇടുന്ന മാതിരി ഇവിടുത്തെ ഇച്ചിരി മണ്ണെടുത്ത് രാവിലെ നെറ്റിയിൽ പുരട്ടിക്കൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പോണ വഴിക്കെല്ലാം സാധിച്ചു കൊടുക്കും. കാരണം അത്ര കണ്ട് നന്മ നിറഞ്ഞ സ്ഥലമാണ് ദുബായ്. ഇവിടെ വന്നിട്ട് വന്ന കാര്യം സാധിക്കാതെ പോയിട്ടുള്ളത് 1% ആൾക്കാരെ ഉണ്ടാവുള്ളൂ. ബാക്കി ആരെല്ലാം അവരെന്തിനു വേണ്ടി വന്നു അതെല്ലാം ഇവിടെ സാധിച്ചിട്ടുണ്ട്. സാർ ഇപ്പോൾ ബിസിനസ്സിൽ നല്ല തിരക്കുള്ളൊരു വ്യക്തിയാണ്. അതോടൊപ്പം തന്നെ താങ്കളുടെ ഓരോ നിമിഷവും താങ്കളുടെ പാസ്റ്റിലുണ്ടായിട്ടുള്ള ഓരോ നിമിഷവും ഓരോ മൊമെൻറ്റ്സും താങ്കൾ വളരെ ശ്രദ്ധയോടുകൂടി മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ തന്നെ ഈ ഒരു തിരക്കുള്ള ജീവിതത്തിൽ താങ്കൾ ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്. അതിനെക്കുറിച്ചൊന്ന് വിവരിക്കാമോ? ഒരുപാട് ഇത്തരം സ്പിരിച്വൽ ആയിട്ടുള്ള പുസ്തകങ്ങൾ വായിക്കുകയും അതെല്ലാം എൻ്റെ മനസ്സിനെ സ്വാധീനിക്കുകയും ഒപ്പം തന്നെ ഞാൻ പൂജയും പ്രാർത്ഥനയൊക്കെ പഠിച്ചു. ഞാൻ കുറേ നാൾ വലിയൊരു ഗണപതി ഭക്തനായി ഗണപതി പൂജയൊക്കെ ചെയ്തിരുന്നു. പിൽക്കാലത്ത് ഞാൻ അതെല്ലാം കുറച്ചുകൊണ്ട് ഞാൻ സമ്പൂർണ്ണമായി ധ്യാനത്തിലേക്ക് ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. ഇന്നിപ്പം എൻ്റെ ജീവിതത്തിൻ്റെ ഒരു മുഖ്യധാരയിൽ ഞാൻ ധ്യാനത്തിന് വളരെ വില കൊടുക്കുന്നു. ആ കാലഘട്ടത്തിൽ തുടങ്ങിയ ഒന്നാണ് തോട്ട് ഫോർ ദ ഡേ എന്നുള്ള ഒരു സന്ദേശം എന്നും എഴുതുക എന്നുള്ളത്. അതിപ്പോൾ എനിക്ക് തോന്നുന്നു 7 വർഷമോ മറ്റോ ആയിട്ടുണ്ട്. അത് സോൾമേറ്റ് ആത്മസുഹൃത്തുക്കളാണല്ലോ എല്ലാവരും. അതിങ്ങനെ എഴുതി പോകുന്നു. അതിനകത്തൊരു 50-60% എൻ്റെ ധ്യാനത്തിലൂടെ കിട്ടിയതും ബാക്കി ഒരു 40% പുസ്തകങ്ങളിൽ വായിച്ചിട്ട് ധ്യാനവുമായിട്ട് സംയോജിച്ച് എഴുതുന്നതുമാണ്. എനിക്ക് തോന്നുന്നത് എന്നാലാവുന്ന രീതിയിൽ നമ്മുടെ എന്നും ദൈനംദിന ജീവിതത്തിലെ പ്രശ്നങ്ങൾ മാത്രമാണ് ഞാൻ അതിനകത്ത് എഴുതാൻ നോക്കിയിട്ടുള്ളത്. അത് എൻ്റേതായ ഞാൻ എന്നെ കറക്റ്റ് ചെയ്യുന്ന മാതിരിയാണ് അത് എഴുതിയിട്ടുള്ളത്. അതിലൊരു ആദ്യത്തെ 2 വർഷത്തേത് എൻ്റെ മകള് അമേരിക്കയിൽ കൊണ്ടുപോയി പബ്ലിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഒന്നും തന്നെ സൂക്ഷിച്ചിട്ടില്ല. അപ്പോൾ എൻ്റെ കയ്യിലില്ല. ഒരുപക്ഷെ എനിക്ക് കിട്ടുന്നവരെ കയ്യിലുണ്ടാകും. പലപ്പോഴും ഇപ്പോൾ തോന്നുന്നുണ്ട് അതെല്ലാം തന്നെ കുറച്ചുകൂടെ വലുതാക്കി എഴുതണം എന്നൊരു വിശാലമാക്കി എഴുതണം എന്നുണ്ട്. സാറിൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഇത്രയും സമയം കേട്ടപ്പോൾ തോന്നിയത് ഓരോ സ്റ്റെപ്പിലും ഓരോ സ്ത്രീകളുടെ സാന്നിധ്യം വളരെ വലുതായിരുന്നു. ആദ്യം അമ്മയായിരുന്നെങ്കിൽ പിന്നീട് ഭാര്യയായി. സാർ പഠനശേഷം തന്നെ
ഒരു ലക്ഷ്യബോധം താങ്കളുടെ മനസ്സിലേക്ക് എത്തുകയും ഇത്രയും വിജയത്തിൽ നിൽക്കുമ്പോഴും ആ ലക്ഷ്യബോധം വീണ്ടും ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലേക്കാണോ പോകുന്നത്? ലക്ഷ്യബോധത്തെ എങ്ങനെയാണ് നോക്കുക? ഓരോ മനുഷ്യൻ ഈ ഭൂമിയിലേക്ക് ജനിച്ചു വരുന്നതും ഈ ഭൂമിക്കൊരു മുതൽക്കൂട്ടായിട്ടാണ്, അല്ലാതെ ഭൂമിയെ നാശപ്പെടുത്താനല്ല. ഇപ്പോൾ എൻ്റെ അച്ഛൻ്റെ അച്ഛനൊരു മാവ് നട്ടിരുന്നാൽ അദ്ദേഹം ഒരു 4 മാങ്ങ പറിക്കാൻ നട്ടതായിരിക്കും ഇത്. അദ്ദേഹമൊക്കെ മരിച്ചതിന് ശേഷം എത്രയോ വർഷക്കാലം ആ മാവ് അവിടെ നിന്ന് ജനിച്ചു വരുന്ന തലമുറകൾക്ക് മാമ്പഴം കൊടുത്തുകൊണ്ടിരിക്കുക. അതാണ് ഈ പ്രപഞ്ചത്തിൻ്റെ രീതിയും രഹസ്യവും. അപ്പോൾ അതുകൊണ്ട് ഈ ഭൂമിയിലേക്ക് ജനിച്ചു വരുന്ന എല്ലാവർക്കും ഒരു കടമയുണ്ട്. എനിക്ക് മുന്നേ ജനിച്ച് വന്ന് പോയവൻ എന്തൊക്കെ എനിക്ക് പ്രദാനം ചെയ്തിട്ട് പോയോ അതുപോലെ എനിക്കും ഒരു ജോലിയുണ്ട്. ഇനി വരുന്നവന് വേണ്ടിയിട്ട് പലതും ഇവിടെ ഉണ്ടാക്കുക എന്നുള്ളത്. എവിടെ വച്ച് ഞാൻ അതിനു വേണ്ടി പ്രവർത്തിക്കുന്നില്ലയോ അവിടെ വച്ച് പിന്നെ ഞാൻ കള്ളനാണ്, ഞാനൊരു ചോരനാണ്. അതുകൊണ്ട് എൻ്റെ കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ ഈ ശരീരത്തിൽ ഈ ആത്മാവ് നിലനിൽക്കുന്നിടത്തോളം കാലം എത്രത്തോളം നന്മ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നന്മ ചെയ്യാം. അപ്പം നന്മ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ചാരിറ്റി നന്മയാണ്, പക്ഷേ ചാരിറ്റിയിൽ ഉപരിയും ഇവിടെ പല നന്മകളുമുണ്ട്. ഒരുപാട് പേർക്ക് ജോലി ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുക, ആ ജോലിയിലൂടെ അതാത് കുടുംബങ്ങൾക്ക് ജീവിക്കാനുള്ള മാർഗം ഉണ്ടാക്കുക, അതും ഒരു നന്മയുടെ ഭാഗമല്ലേ. അപ്പോൾ എത്രത്തോളം എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളൊരു കൊശവൻ്റെ പരിപാടിയാണ് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നത്. അത് ഈ ജീവിതം നിലനിൽക്കുവോളം ഞാൻ ചെയ്യാൻ നോക്കും. സാറ് നല്ല കണക്കുകൂട്ടലുകളുള്ളൊരു മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ ആവണം ഒരുപക്ഷെ ശശികല മാഡത്തെ വിവാഹം കഴിച്ചത്. കാരണം രണ്ടുപേരും ബാങ്കിങ് മേഖല, ഈ വന്ന മേഖലയും കണക്കുകൂട്ടലുകളാണ്. കണക്കുകൂട്ടലുകൾ ജീവിതത്തെ എങ്ങനെയാണ് താരതമ്യം ചെയ്യുന്നത്? എനിക്കൊരു ബ്രോഡ് ഔട്ട്ലൈനിങ് ഉണ്ട് ലൈഫിനെ പറ്റി, പക്ഷേ ഞാൻ ഇന്നുവരെ ഒന്നിനും കണക്ക് വച്ചിട്ടില്ല. കണക്ക് വച്ചിരുന്നുവെങ്കിൽ ഞാൻ ഇങ്ങനെയൊന്നും അല്ല ജീവിക്കാനുള്ളത്. ഞാൻ ഒന്നിനും തന്നെ ഒരു ഇത്രയേ ചിലവാക്കാവൂ, ഇത്രയേ ആകാവൂ, ഇന്നത് ചെയ്യാൻ പാടില്ല, അങ്ങനെയൊന്നുമില്ല. എൻ്റെ ആത്യന്തികമായ വിശ്വാസം പണം ഒരു മീഡിയമാണ്. പണം ഒരു മീഡിയമാണ്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ഈ പണം ഉണ്ടെങ്കിലേ സാധിക്കൂ. പക്ഷേ ആ പണം ഒരു എൻജിനിലെ ഓയിലാണ്, അത് എൻജിനെ കറക്കാനുള്ളതാണ്. അത് എൻ്റെ സ്വന്തമാണെന്ന് എന്ന് മനുഷ്യൻ വിചാരിക്കുന്നു അന്ന് തൊട്ട് അവനൊരു പക്ഷേ പിന്നെയും പണം വാരിക്കൂട്ടും, പക്ഷേ അവൻ്റെ മനസ്വസ്ഥത അന്നുകൊണ്ടില്ലാണ്ടാവും. PRS ഗ്രൂപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതിൻ്റെ പിന്നിലെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് താങ്കളുടെ ബോധമനസ്സും ഉപബോധ മനസ്സും ഒരേ രീതിയിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടാവാം. 1. 2, മറ്റൊരു കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ VNB രാജെന്ന് സ്നേഹപൂർവ്വം UAE മലയാളികൾ വിളിക്കുന്ന പ്രസന്നരാജായ താങ്കൾ ഇപ്പോൾ സോൾമേറ്റ് എന്ന് പറയുന്ന ഒരു പുസ്തകം എഴുതി ബിസിനസ് പ്രവർത്തിക്കുന്നു. ഇനി ഈ എഴുത്ത് എന്ന് പറയുന്ന ആ ഒരു സൃഷ്ടിയെ, ആ ഒരു ക്രിയേഷനെ നിലനിർത്താൻ അല്ലെങ്കിൽ തുടർച്ചയായി കൊണ്ടുപോകാൻ എന്തെങ്കിലും സാധ്യതകളുണ്ടോ? എൻ്റെ ഗുരുനാഥൻ കാണിച്ചു തന്നൊരു വഴിയിലൂടെ പോയതിനാൽ എൻ്റെ മനസ്സിൽ ഒരുപാട് മനുഷ്യരെ പറ്റി ആശയങ്ങളുണ്ട്. ഈ ആശയങ്ങൾ എനിക്ക് എഴുതാൻ അതിയായ ആഗ്രഹങ്ങളുമുണ്ട്. ഇപ്പോൾ ഇത് പറയുമ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ കുറേ ഗുരുക്കന്മാരുണ്ട്. കാരണം അവരെല്ലാം ഗുരുക്കന്മാരാകാനേ പറ്റും, അത്രയും പ്രഗത്ഭരായിരുന്നു. ഒന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടെത്തിയ ബാലകൃഷ്ണപിള്ള സാറ്, അദ്ദേഹത്തെ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ ഗുരുനാഥനെ രാമഭദ്രസ്വാമികളെ ഞാൻ കണ്ടിട്ടില്ലെങ്കിലും എനിക്ക് ഹൃദയം കൊണ്ട് ഇഷ്ടമാണ്. പക്ഷേ പിന്നെ അങ്ങോട്ട് എൻ്റെ ഗുരുക്കന്മാരെ എടുത്തു കഴിഞ്ഞാൽ ഞാൻ മനസ്സിൽ ഇഷ്ടപ്പെടുന്ന ഒരു മഹാഗുരുവാണ് ബുദ്ധദേവൻ. ബുദ്ധൻ്റെ സന്ദേശങ്ങൾ എൻ്റെ ഹൃദയത്തെ വല്ലാതെ പിടിച്ചിട്ടുണ്ട്. പിന്നെ ആ വഴിക്കുള്ള അടുത്ത ആളാണ് യേശുദേവൻ. യേശുദേവൻ ഒരു ഈശ്വരപുത്രനാണ്. അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകളും മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടി പറഞ്ഞിരിക്കുന്നതാണ്. പിന്നെ ഉള്ളതാണ് മഹാത്മാഗാന്ധി. അദ്ദേഹത്തിൻ്റെ തത്വങ്ങൾ എനിക്ക് വളരെ ഇഷ്ടമാണ്. പിന്നെ വിശുദ്ധമായ ഖുറാനിൽ പറഞ്ഞിരിക്കുന്ന മനുഷ്യൻ്റെ ജീവിത മാർഗങ്ങൾ അതെല്ലാവരും പഠിക്കേണ്ടതാണ്. കാരണം വളരെ സത്യമായിട്ടാണ്, വളരെ ഏറ്റവും മോഡേണായിട്ട് വന്ന് മനുഷ്യനോട് പറഞ്ഞിട്ടുള്ളൊരു മതമാണ്, നീ ഇങ്ങനെയൊക്കെ ജീവിക്കുക
കാരണം ഈ എല്ലാ ഗുരുക്കന്മാരും എല്ലാ മതങ്ങളും മനുഷ്യൻ്റെ നന്മയ്ക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതാത് കാലഘട്ടങ്ങളിലെ മനുഷ്യൻ്റെ നന്മയിലുള്ള ജീവിതത്തിലെ പോരായ്മകൾ പരിഹരിക്കാനാണ് ഈ മതങ്ങൾ വന്നത്. അപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നത് ഖുറാനാണ്. അപ്പോൾ ഖുറാനിലെ മനുഷ്യനോടുള്ള സന്ദേശങ്ങൾക്ക് ഇന്നത്തെ കാലഘട്ടമായിട്ട് എടുത്തു നോക്കുമ്പോൾ ഒരുപാട് മനുഷ്യനെ സന്മാർഗത്തിലേക്ക് നയിക്കാൻ കഴിയും. കൂടുതൽ സംസാരിക്കാൻ എനിക്ക് താല്പര്യം തോന്നിയ ചുരുക്കം ചില വ്യക്തികളിൽ ഒന്നാം സ്ഥാനമാണ് താങ്കൾക്ക്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇനിയിപ്പോൾ ഈ PRS ഗ്രൂപ്പിൻ്റെ വിശേഷങ്ങൾ, ഒരു സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി നമ്മൾ സംസാരിച്ചു, കുടുംബത്തെക്കുറിച്ചൊന്ന് സംസാരിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പം താങ്കളുടെ ഭാര്യയെക്കുറിച്ച് സംസാരിച്ചു എങ്കിൽ തന്നെയും കുടുംബത്തെ ടോട്ടലി അരയ്ക്കാനുള്ളത് അവരുടെ വിശേഷങ്ങൾ. എൻ്റെ അമ്മ ജാനകി അമ്മ ആറ്റിങ്ങൽ സ്വദേശിനിയാണ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് ശാസ്താമംഗലത്ത് താമസമാണ്. എൻ്റെ വൈഫിൻ്റെ അച്ഛൻ്റെ പേര് കേശവ പണിക്കർ എന്നാണ്. അദ്ദേഹം ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ജൂനിയർ സൂപ്രണ്ടായിട്ട് റിട്ടയർ ചെയ്ത ആളാണ്. അമ്മ വന്ന് സരസമ്മ ടീച്ചറാണ്, ഹെഡ് മിസ്ട്രസ്സായിട്ട് ആലപ്പുഴ പഴവീട് സ്കൂളിൽ നിന്ന് റിട്ടയർ ചെയ്തതാണ്. അവർ ഇപ്പോൾ ആലപ്പുഴയിൽ താമസമുണ്ട്. എൻ്റെ പെങ്ങൾ വസന്തകുമാരി എന്ന പേര്. ചേച്ചി വന്നിട്ട് BSNL ഉദ്യോഗസ്ഥയായിരുന്നു, ഇപ്പോൾ റിട്ടയർ ചെയ്തു. ഭർത്താവ് TG ഗോപാലകൃഷ്ണൻ നായർ. അവർ തിരുവനന്തപുരത്ത് താമസിക്കുന്നുണ്ട്. അവർക്കൊരു മകളാണ്, ഹോമിയോ ഡോക്ടറാണ്, മഞ്ജു G നായർ എന്നാണ്. അവിടെ ഹൈദരാബാദിൽ. ഭർത്താവ് എയർഫോഴ്സിലെ വളരെ സീനിയർ ഉദ്യോഗസ്ഥനാണ്. അവർ ഹൈദരാബാദിൽ താമസിക്കുന്നു. പിന്നെ ഞാൻ, എൻ്റെ ഭാര്യ ശശികല ആലപ്പുഴക്കാരിയാണ്. ശശികലയ്ക്ക് ഒരു ചേച്ചിയുണ്ട്, മായ ജ്യോതി. അവർ സിൻഡിക്കേറ്റ് ബാങ്കിൽ നിന്ന് റിട്ടയർ ചെയ്തു. ഭർത്താവ് പ്രൊഫസർ B രാധാകൃഷ്ണൻ. അവർ കായംകുളത്ത് താമസിക്കുന്നു. അവർക്ക് 2 കുട്ടികളാണ്. ഒന്ന് രശ്മി R പിള്ളൈ, ടെലികമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറാണ്, ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ, തിരുവനന്തപുരത്തെ ടെക്നോ പാർക്കിലാണ്, വിവാഹിതയാണ്. അനൂപ് എന്നാണ് ഹസ്ബൻഡിൻ്റെ പേര്. അവർക്കൊരു കുട്ടിയുണ്ട്. രണ്ടാമത്തത് രഞ്ജി R പിള്ളൈ, ദുബായിൽ തന്നെയുണ്ട്. ഹസ്ബൻഡ് വിനോദ് രവി, എൻജിനീയറാണ്. അവർക്കും 2 കുട്ടികളുണ്ട്. പിന്നെ ഇനി എന്നിലേക്ക് വന്നാൽ ഞങ്ങൾക്ക് ഒരു കുട്ടിയാണുള്ളത്. അവളുടെ പേര് പാർവതി രാജെന്നാണ്. പാർവതി ഒരുപക്ഷെ ഞങ്ങൾ ഒരുപാട് ഫ്രീഡമൊക്കെ കൊടുത്ത് വളർത്തിയതാണ്. ഏതായാലും അതൊക്കെ കൊണ്ടായിരിക്കാം അവൾ സിംബയോസിസ് പൂനെയിൽ പോയി LLB പാസ്സായി. അവിടെ നിന്ന് ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിൽ പോയി LLM പാസ്സായി. അതിനുശേഷം കാലിഫോർണിയയിൽ പോയി ബാർ എക്സാം എഴുതി. അങ്ങനെ കാലിഫോർണിയ ലോയറാണ്. അവിടെ സിയാറ്റിൽ ഒരു ചെറിയ ലോ ഓഫീസൊക്കെ ഇട്ട് താമസിക്കുന്നു. എനിക്ക് തോന്നുന്നു സാൻ ഫ്രാൻസിസ്കോയിൽ ഇപ്പോൾ ഓഫീസുണ്ട്. ഭർത്താവ് കൊട്ടാരക്കരക്കാരനാണ്. കൊട്ടാരക്കരയിൽ ചന്ദ്രശേഖരൻ നായർ, അദ്ദേഹം വക്കീലാണ്. അദ്ദേഹത്തിൻ്റെയും ലളിതാംബിക അവിടെ ഒരു വലിയൊരു ഫാമിലി ഉണ്ട്, മങ്കുഴി ഫാമിലി. മങ്കുഴി ഫാമിലിയിൽ ലളിതാംബിക ഒരു വാട്ടർ അതോറിറ്റിയിൽ ചീഫ് എഞ്ചിനീയർ, ഡെപ്യൂട്ടി ഡയറക്ടറായിരുന്നു. അവരുടെ മകനാണ് രമേശ് ചന്ദ്രൻ. പഠിക്കാനൊക്കെ വളരെ മിടുക്കനായിരുന്നു. രമേശ് ചന്ദ്രന് ജോർജിയ ടെക്കിൽ അമേരിക്കയിൽ പോയി കമ്പ്യൂട്ടറിൽ ബിരുദാനന്തര ബിരുദമൊക്കെ എടുത്തിട്ട് ഇപ്പം മൈക്രോസോഫ്റ്റിൽ എൻജിനീയറാണ്. അങ്ങനെ പാർവതിയും രമേശ് ചന്ദ്രനും കൂടി അവിടെ താമസിക്കുകയാണ്. കല്യാണം കഴിഞ്ഞിട്ടൊരു 3 വർഷമായെന്ന് തോന്നുന്നു. അപ്പോൾ ഞാനും വൈഫും ഇവിടെയുണ്ട്. പിന്നെ ഞങ്ങളുടെ അത്യാവശ്യമുള്ള ആൾക്കാരൊക്കെ ഇവിടെയുണ്ട്. തീർച്ചയായിട്ടും താങ്കളുടെ വാക്കുകളിൽ ഒരു നല്ല കലാകാരൻ എവിടെയോ ഒളിഞ്ഞിരിപ്പുണ്ട്. പാടാൻ താങ്കൾക്ക് അറിയാം എന്നാണ് താങ്കളുടെ മുഖം നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത്. എന്തായാലും ഈ ഒരു കോട്ടിട്ടുകൊണ്ട് ഈ പാട്ട് ചേരും, ഉറപ്പാണ്. നമുക്കൊരു 2 വരി ഒരു ഗാനം കൂടെ നമുക്കിതിലൂടെ കേൾക്കാം. പാട്ടൊരു അരോചകമായിട്ടുള്ള കാര്യമായിരിക്കും. കാരണം പാടാൻ എല്ലാവരും പാടും, അങ്ങനെ ഞാനും പാടും, അത്രേ പറയാൻ പറ്റൂ. ഇന്നലെ നീയൊരു സുന്ദരരാഗമായൻ പൊന്നോടക്കുഴലിൽ വന്നൊളിച്ചിരുന്നു, മാമകരാങ്കുലി ചുംബനലഹരിയിൽ പ്രേമസംഗീതമായി പുറത്തു വന്നു. ഇത്രയും സമയം
ഞങ്ങളുടെ പ്രേക്ഷകരോട് കൂടിയിട്ട് തങ്ങളുടെ തിരക്കുകളിൽ നിന്നും വിരുന്ന് എന്ന ഞങ്ങളുടെ ഈ ഒരു പ്രോഗ്രാമിൽ അതിഥിയായിട്ട് എത്തിയതിലും താങ്കളുമായി ഒരുപാട് കാര്യങ്ങൾ സംവദിക്കാൻ കഴിഞ്ഞതിലും ഞങ്ങൾക്ക് ഹൃദയംഗമായ നന്ദിയുണ്ട്. അതോടൊപ്പം തന്നെ എസ്പെഷ്യലി PRS ഗ്രൂപ്പിൻ്റെ എല്ലാ വളർച്ചകളിലും ഞങ്ങളും സന്തോഷം മനസ്സിൽ കാണിക്കുന്നു. അതോടൊപ്പം താങ്കളെ അറിയിക്കുന്നു. താങ്ക് യു വെരി മച്ച്.